ടാറ്റ ടിയാഗോ ന്യൂ മോഡൽ 2026 ഇപ്പോൾ വിപണിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറാണ് ടാറ്റ ടിയാഗോ. 3 വർഷമായിട്ട് ഏകദേശം 20,000 കിലോമീറ്റർ ഓടിച്ചു. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ എന്തുകൊണ്ട് ഈ കാർ എടുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഞാൻ ഉപയോഗിച്ചത് ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുന്നേ ഉള്ള വേർഷനാണ്, 2022 മോഡലാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഫേസ് ലിഫ്റ്റഡ്, അത് എൻ്റെ ആ ഒരു കാറിന് എത്രത്തോളം മികച്ചതാക്കാമോ അത്രത്തോളം മികച്ചതാക്കി കാർ വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ആണെങ്കിലും അതുപോലെ ബാക്ക് സൈഡ്, എസ്പെഷ്യലി ബാക്ക് സൈഡ്, റിയർ സൈഡ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ബാക്ക് സൈഡ് മികച്ചതാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു റണ്ണിങ് ലാമ്പ്, നല്ല വീതിയുള്ള ലാമ്പ് കാറിനെ കുറച്ചും കൂടെ സൈസ് കൂട്ടുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഈ കാറ് ആളുകൾ എടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് സെഗ്മെന്റിൽ കാറുകളിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ളത് ഭാരത് എൻക്യാപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ സേഫ്റ്റി വന്നിട്ടുണ്ട്. അതുപോലെ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ സേഫ്റ്റി ഉള്ള കാറായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൈലേജ്, നിങ്ങളിപ്പോൾ ഒരു 50 കിലോമീറ്റർ സിറ്റിയിലൂടെ ലോങ് പോവുകയാണെങ്കിൽ, ഒരു 50 കിലോമീറ്റർ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലസ്റ്ററിൽ ഒരു 18, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ട്രാഫിക് ഉള്ള സമയത്താണ്, ക്ലസ്റ്ററിൽ ഒരു 18 കാണിക്കുകയും നിങ്ങൾക്ക് എന്തായാലും ഒരു 17 കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾ പരിപൂർണമായിട്ട് സിറ്റിയിലൂടെ തേർഡ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 14-15 നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഹൈവേയിലൂടെ പോവുകയാണെങ്കിൽ ഒരു 23 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹൈവേയിലൂടെ പോകുമ്പോൾ. അപ്പം അത്രയ്ക്കും മികച്ച ഒരു മൈലേജ്, എസ്പെഷ്യലി അത് 3 സിലിണ്ടർ ആണ്. അതുപോലെ പവർ കുറച്ച് കമ്മിയാണ്, എസ്പെഷ്യലി നമ്മൾ 1.2 വാഗണാർ സ്വിഫ്റ്റ് ഒക്കെ നോക്കുമ്പോൾ, അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പവർ കുറച്ചും കൂടെ കമ്മിയായിട്ടാണ് കിട്ടുന്നത്. അത് ഒരു പ്രധാന കാരണമാണ്. പിന്നെ സിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു ഡയമെൻഷൻസ് കുറച്ച് തീരെ ചെറിയ കാറല്ല, കുറച്ച് കുറവായതുകൊണ്ട് EV ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിലും പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സുഖം, ഈ ഒരു 3 കാരണം. അപ്പം അതിൻ്റെ ഒരു ലുക്ക് കൂടെ ചേഞ്ച് ആയിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇത് കൂടുതൽ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ സെയിൽസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല, അത് അടുത്ത മാസത്തേക്ക് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കഴിഞ്ഞ മാസവും ഇത് 5000 യൂണിറ്റോളം വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും മികച്ച ഒരു ഫാമിലി ഫസ്റ്റ് ടൈം ബൈ, എസ്പെഷ്യലി സെക്കൻഡ് കാറായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ബൈ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കാറായിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം അത്രയ്ക്കും സോളിഡ് ആയിട്ടുള്ള ഒരു കാറാണ്. 5 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഒരു 100 കിലോമീറ്റർ ഒക്കെ ഹൈവേയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ മികച്ച ഒരു കാർ തന്നെയെന്ന് പറയാം. വേരിയൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ സ്മാർട്ട് എന്നുള്ള വേരിയന്റ് ആണ്. ഇതിന്റെ ഒരു മാനുവലിന് നമുക്കൊരു ഓൺ റോഡ് 5.6 ലാഖിന് ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓൾട്ടോ എടുക്കണമെങ്കിൽ അതിന് വേണം ഒരു 5 ലക്ഷം, 1 ലക്ഷം കൂടെ കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് ടിയാഗോ പോലെയുള്ള അത്രയും മികച്ചൊരു കാർ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്യുവർ എന്നുള്ള സെക്കൻഡ് വേരിയന്റ് ആണ്, 6.6 ലാഖിനാണ് പ്യുവർ കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 7 ലക്ഷത്തിന് ഒരു ഓട്ടോമാറ്റിക് കിട്ടും. എങ്ങനെയായാലും നിങ്ങൾക്കൊരു ഓഫേഴ്സ്, ഒരു 30,000 രൂപ ഓഫേഴ്സ് കിട്ടുകയാണെങ്കിൽ ഒരു 6,70,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വർത്ത് തന്നെയാണ്. അതുപോലെ ഇതിന്റെ ഒരു ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ പവർ വിൻഡോ ഒന്നും ഇല്ല എങ്കിലും ഒരു 5.5 ലാഖിന് ഒരു ബേസ് മോഡൽ ടിയാഗോ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ കഴിയും എന്നുള്ളതാണ്. മേ ബി അത് ഒരു 30,000-40,000 എക്സ്ട്രാ, ഒരു 6 ലാഖ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സോട് കൂടിയൊക്കെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിന്റെ ടോപ്പ് മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നു. ഇന്റീരിയേഴ്സ് ഒക്കെ ആകെ മാറിപ്പോയിട്ടുണ്ട്. LED ഹെഡ്ലാമ്പ്, അതുപോലെ 360 ഡിഗ്രി ക്യാമറ, AC വെന്റ്, പുറകിലോട്ട് AC വെന്റ്, ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഇതെല്ലാം ഒരു ആധുനിക ഫീച്ചേഴ്സോട് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ടിയാഗോ വെച്ച് നോക്കുകയാണെങ്കിൽ ലെങ്ത് 3813, ഏകദേശം ഒരു 20 മില്ലിമീറ്ററോളം എക്സ്ട്രാ വന്നിട്ടുണ്ട്. വിഡ്ത്ത് ആണെങ്കിൽ 1684, ഒരു 7 മില്ലിമീറ്റർ വിഡ്ത്തിന്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഹൈറ്റ് സെയിം ആണ്, 1535. അപ്പോൾ ഇത് എക്സ്ട്രാ കുറച്ച് സൈസുകൾ കൂടിയത് കൊണ്ട് അതിന് മൊത്തത്തിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അറിയാനുമുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് 242 തന്നെയാണ്, സെയിം ആണ്. അതുപോലെ റിയൽ പ്രൊഫൈൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അതുപോലെ ടയർ സൈസ് 14 ടയർ സൈസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കാറിന് നമുക്ക് സ്റ്റെപ്പിനി ആയിട്ട് ഒരു 13 സൈസിന്റെ ടയർ കിട്ടുകയും ചെയ്യും. എഞ്ചിൻ പറയുകയാണെങ്കിൽ 1.2 ലിറ്റർ റിവോട്രോൺ പെട്രോൾ എഞ്ചിനാണ്, 85 bhp പവറും. അതുപോലെ തന്നെ ഒരു 1.2 ലിറ്ററിന്റെ 3 സിലിണ്ടർ ആണ്. കുറച്ച് ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ കുറച്ചൊരു മന്ദഗതി കാണിക്കുമെങ്കിലും തേർഡ് ഗിയറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു സ്ട്രൈറ്റ് റോഡ് കിട്ടിക്കഴിഞ്ഞാൽ കാറ് അതിന്റെ മാക്സിമം പവർ എടുത്ത് തന്നെ നമുക്ക് ഓടിക്കാൻ കഴിയും എന്നുള്ളത്. ഓവർടേക്ക് ഒന്നും ചെയ്യാൻ ഒരു പാടുമില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ CNG വേണമെങ്കിൽ, CNG ഓട്ടോമാറ്റിക് വേണമെങ്കിൽ
8.4 ലക്ഷത്തിന് CNG ഓട്ടോമാറ്റിക് കിട്ടും. അതുപോലെ തന്നെ CNG മാനുവൽ വേണമെങ്കിൽ 7 ലക്ഷം മാത്രമേ ഉള്ളൂ. 7 ലക്ഷം മാത്രമേ ഉള്ളൂ CNG മാനുവൽ 7 ലക്ഷം. ഇനി ഓട്ടോമാറ്റിക് വേണമെങ്കിലും 7 ലക്ഷത്തിന് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു ഹാച്ച് ബാക്ക് ആയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് നമ്മൾ താരതമ്യം ചെയ്യുന്നത്, വില കൊണ്ട് താരതമ്യം ചെയ്യുന്നത് വാഗണാറും ഒക്കെ ആയിട്ടാണ്. വാഗണാർ സെലരിയും ഒക്കെ ആയിട്ടാണ്. i10 വില കൊണ്ട് കുറച്ച് കൂടുതലാണ്, സ്വിഫ്റ്റും കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ വില കൊണ്ട് തന്നെ ആ വാഗണാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്പേഷ്യസ്, അത്രയാണ് സ്പേഷ്യസ് അല്ലെന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും റീസെയിൽ വാല്യൂവിനും വാഗണാർ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ സ്പേഷ്യസ് ഇന്റീരിയറും വാഗണാർ മുന്നിട്ട് നിൽക്കുന്നു. എന്ന് വെച്ചാൽ ടിയാഗോയും സ്പേഷ്യസ് ഇന്റീരിയർ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം ബൈ ചെയ്യാണ്, കാർ ബൈ ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാച്ച് ബാക്ക് വേണം, ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ചാനലിനെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.